നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നോട്ടീസ് മിഡ് ക്യാപ് നിഫ്റ്റി 5 ആൻഡ് നമ്മുടെ ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലോഡിംഗ് പവേഴ്സ് ലെവൽസ് ആണ് ലേൺ ചെയ്യുന്നത് നമ്മൾ സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മുടെ എൻജി അനാലിസിസ് കിടക്കാം. എൻജി ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. സ്പീക്കിൽ എൻജി ഫേക്ക് ബ്രേക്കൗട്ട് മേ ബി കാണിച്ചിട്ട് ദെൻ സഡൻലി റൈറ്റ് അത് തന്നെയാണ് എൻജിയിൽ കാണിച്ചത്. റീസൺ എന്തായിരുന്നു? ഇതാണ് എപ്പോഴും പറയാനുണ്ട്. LLV ഒരു മസ്റ്റായിട്ട് പഠിക്കാം. ഫേക്ക് ബ്രേക്കൗട്ട് എന്തായിരുന്നു? റീസൺ എന്താണെന്ന് വെച്ചാൽ അത് താഴേക്ക് വരുമ്പോഴത്തേക്ക് 3 ആണ്, 4th ഒരു ഫേക്ക് ബ്രേക്കൗട്ട് മുകളിൽ കാണിക്കുക, ദെൻ 5th. എപ്പോഴും ചാനൽ ഫോം ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയെടുക്കുക. ചാനൽ മീൻസ് ഫേക്ക് ബ്രേക്കൗട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബ്രേക്കൗട്ട് അങ്ങനെയല്ല, ബ്രേക്കൗട്ട് ഓർ ബ്രേക്ക് ഡൗൺ ഏത് സിറ്റുവേഷനാണ് അതനുസരിച്ച്, താഴേക്കാണോ മുകളിലേക്കാണോ അതനുസരിച്ച്. സോ ചാനൽ ആൻഡ് എൻഡിനൽ പാറ്റേൺ രണ്ട് ഡിഫറൻസ് ആണ്, ശ്രദ്ധിക്കുക. സോ അതാണ് ഇന്നലെ എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് അപ്സൈഡ് പോയിട്ട് മേ ബി ഒരു കുറച്ച് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് പോയി. ബട്ട് ഇത് ഇന്ന് മോർണിംഗ് തന്നെ ഗ്യാപ്പ് ഡൗൺ ആയി. നോ പ്രോബ്ലം. അത് നമുക്ക് ഇനി ഇതൊക്കെ എല്ലാം അവോയ്ഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇനി നമുക്ക് എൻജിയുടെ ഫോർ ദ സപ്പോർട്ട്സ് മാർക്ക് ചെയ്യുക. റൈറ്റ്, സപ്പോർട്ട്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇനി എൻജി ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അഭാവം മാത്രമേ ആവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അഭാവം. ഇനി നെക്സ്റ്റ് എൻജി സപ്പോർട്ട് നമുക്ക് നോക്കാനാണെങ്കിൽ ഇതിങ്ങനെ ഫിബനാച്ചി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ എൻജിയുടെ നെക്സ്റ്റ് സപ്പോർട്ട് 111%, 127%. ഇതെല്ലാം 127 ഇങ്ങനെ തന്നെ ഇത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് എൻജിയിൽ നമ്മുടെ സപ്പോർട്ട്സ്. റൈറ്റ്, എൻജിയിൽ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വീക്ക്നെസ് തന്നെയാണ്, ഒരു ഡൗട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഫോർട്ട് ഡൗൺ സൈഡ് നമുക്ക് എൻജിയിൽ കിട്ടും. ഓക്കെ, 5th ആണ്. സോ നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് പ്ലേ ചെയ്യാം. അത് സമയമുണ്ട് എൻഡിനൽ പാറ്റേൺ ഇപ്പോൾ ഫോം ചെയ്യും. ക്രൂഡ് ഓയിൽ നമ്മുടെ സൂപ്പർ ക്രൂഡ് ഓയിൽ. റൈറ്റ്, ലാസ്റ്റ് എത്ര ദിവസം ഐ തിങ്ക് അറൗണ്ട് ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, 3-4 ദിവസം മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഏപ്രിലിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ വീക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ ഞാൻ കാണുന്നത് 3 and 4th ഫോൾ. എത്ര ഫോൾ ഇതാണ്? ഈ എത്ര പെർസെൻറ്റേജ് ഫോളാണ് ഇത്? അറൗണ്ട് 1500 പോയിൻറ്റ്സിൻ്റെ ഫോളാണ്, 1550 ഫോൾ. അത്ര തന്നെ ഫോൾ ഞാൻ ക്രൂഡ് ഓയിലിന് കാണുന്നുണ്ട്. ഈ വീഡിയോ മസ്റ്റായിട്ട് പഴയ വീഡിയോ ഒന്ന് നോക്കണം. അതാണ് ഇലിറ്റ് വ്യൂ തിയറി. ഞാൻ എൻ്റെ ഇതായിട്ട് ഞാൻ പറയണില്ല, ഇലിറ്റ് വ്യൂ തിയറി ആണ്. സോ എവിടുന്ന് പ്രൈസ് റിവേഴ്സൽ എടുക്കും എനിക്കറിയില്ല. ബട്ട് പ്രൈസിൽ 1500 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ ഉണ്ടാവും ആൻഡ് ദെൻ പ്രൈസ് സപ്പോർട്ട് തിരിച്ച് കയറുള്ളൂ. സോ 1500 പോയിൻറ്റ്സ് നിസ്സാരമല്ല. 15 or 16% ആണ്, 15 or 16% സംതിങ് ആണ്. റൈറ്റ്, സോ ഇതാണ് ക്രൂഡ് ആൻഡ് ഇതാണ് നമ്മുടെ എലിറ്റ് വ്യൂ തിയറിയുടെ പവർ. റൈറ്റ്, സോ നെക്സ്റ്റ് എന്താ റീസൺ എന്തായിരുന്നു? വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇരിക്കട്ടെ. ഓക്കെ, സോ പ്രൈസ് എന്താണ്? പ്രൈസ് ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്ത് 1, 2, 3, 4 and 5. ഇവിടെ 3rd ഇന്നലെ രാത്രി ഞാൻ നോക്കിയായിരുന്നു. 1-2 പേര് ഞാൻ ഡിസ്കസും ചെയ്തു. നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനോട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് ക്രൂഡ് ഓയിൽ ഇവിടെ എൻഡിൽ പാറ്റേൺ കാണുന്നുണ്ട്. റൈറ്റ്, ടൈപ്പ് ഓഫ് എൻഡിൽ, പ്യൂർ അല്ല, ടൈപ്പ് ഓഫ് എൻഡിൽ. സോ ക്രൂഡ് ഓയിൽ ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് ചാൻസസ് റൈറ്റ്? ക്രൂഡ് ഓയിൽ ഇവിടെ എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും ആൻഡ് ദെൻ പ്രൈസ് ഫോൾ ചെയ്യും. അത് ഇന്ന് മോർണിംഗ് തന്നെ അത്ര ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ അതാണ് ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതില്ലാന്നാണ്. ബട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കറിയാം പ്രൈസ് കറക്ഷൻ തരാൻ പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് ആയിട്ടിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. അത്രയ്ക്ക് ഷാർപ്പ് ഉണ്ടാവും, സ്ലോ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് കൺഫർമേഷൻ കിട്ടത്തില്ല. ഓക്കെ, അത് ഈ ചില്ലർ പോയിൻ്റ് അല്ലല്ലോ, എത്ര 10, 50, 100 പോയിൻ്റ് അല്ലല്ലോ, 1500 പോയിൻറ്റ്, 15 or 16 പോയിൻറ്റ്സ് പെർസെൻറ്റേജ്. സോറി, കണ്ട 15%. ഇതും സെയിം റൂൾ ഓഫ് ഇക്വാലിറ്റി തന്നെയാണ് 4th വരേണ്ടത്. ഇതാണ് ഞാൻ പറയണത്. എപ്പോഴും ഇലിറ്റ് വ്യൂ തിയറി മസ്റ്റായിട്ട് പഠിക്കുക. നേരത്തെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് നടക്കാൻ പോകുന്നത്. ഇത് കണ്ട 15 or 16%. ഇനി 5% ഓവർലാപ്പിംഗ് ആണ്. ഐ തിങ്ക് ഇത് 15.50%. ദാറ്റ് മീൻസ് 5%, 20. ഇത് ഓവറോൾ ഈ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 15.80%. റൈറ്റ്, ഓൾമോസ്റ്റ് 16%. അപ്പോൾ സോ ഇത് മാക്സിമം 21% ഇനി ഫോൾ വരാവുള്ളൂ ഇതിനകത്ത്. സോ ക്രൂഡ് ഓയിലിൽ ഇനി മേജർ സപ്പോർട്ട് ഐ തിങ്ക് ഇവിടെ വരേണ്ടതാണ് ഈ ഒരു ഏരിയയിൽ. സോ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ വി ക്യാൻ പ്ലേ ഫോർ 5th. പിന്നെ ഇവിടുന്ന് ഹ്യൂജ് ആയിരിക്കും, നല്ലപോലെ മുകളിലേക്ക് പോകും. ബട്ട് റിവേഴ്സൽ തരുവാണെങ്കിൽ മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. സോ
സോ ഇതാണ് എലിറ്റ് വ്യൂ തിയറി, മസ്റ്റായിട്ട് പഠിക്കും. എലിറ്റ് വ്യൂ തിയറി എവിടെ നിന്ന് പഠിക്കുക? ദേ ലേൺ വിത്ത് ഫർമാൻ. ഇതാണ് നമ്മുടെ ചാനൽ. ആൻഡ് നമ്മുടെ ചാനലിൻ്റെ ഈ പ്ലേ ലിസ്റ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ വരുന്ന 3 വീഡിയോസാണത്. ഈ ലാസ്റ്റത്തെ ഫോൾഡറാണ് ലേണിംഗ് വീഡിയോസ്. ആൻഡ് ലാസ്റ്റ് ഫോൾഡറിൽ ഇവിടെ വരുന്ന 3-4 വീഡിയോസ് മസ്റ്റ് ആൻഡ് മെയിൻ വീഡിയോസാണ് ഈ ഇത് വരുന്നത്. ബേസിക്കാണ്. ഇത് കണ്ട 1 year ആയി, ആകെ 400 വ്യൂസ് മാത്രമേ ഇതിനകത്തേ ഉള്ളൂ ഞാൻ പോസ്റ്റ് ചെയ്ത്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മസ്റ്റായിട്ട് എല്ലാവരും കാണണം, റിപ്പീറ്റ് ചെയ്ത് കാണണം, പഠിക്കണം. അപ്പോഴേ ഇത് എന്തെങ്കിലും ലോജിക് മനസ്സിലാവുള്ളൂ. ഇത് 1 2 3 എലിറ്റ് വ്യൂവിൻ്റെ 1 2 3 ഡിഫറെൻറ്റ് പാർട്സ് ആണ്, ഡിഫറെൻറ്റ് വീഡിയോസാണ്. ഓക്കെ, സോ ഇതാണ് ഈ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എലിറ്റ് വ്യൂ തിയറിയുടെ 1 2 3 4 ഫോൾ എങ്ങനെയായിരിക്കും റിട്രേസ്മെൻറ്റ്. സോ ഈ റിട്രേസ്മെൻറ്റ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ അത് ഫുൾ ആ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കാം. സോ ഇതാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു ഫോൾ വരാൻ പോകുന്നു, അത് ഇങ്ങനത്തെ ഒരു ഫോൾ നമുക്ക് കിട്ടും. റൈറ്റ്, ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി എന്താണ് ഇപ്പോൾ 4th ഇതാണെങ്കിൽ, റൈറ്റ്, 4th ഫോൾ ആണെങ്കിൽ സോ പ്രൈസ് എന്ത് ചെയ്യും? നമുക്ക് ഇവിടുന്ന് ആ ഇപ്പം അടിച്ച ഹൈ, നേരത്തെ അടിച്ച ഹൈ അല്ല, ഈ ഒരു ഹൈ, റൈറ്റ്, ഇപ്പം അടിച്ച ലേറ്റസ്റ്റ് ഹൈ, ആ ഹൈ വരെ നമുക്ക് ഫിബനാച്ചി കൊണ്ടുപോയിക്കാം ഫ്രം നേരത്തെ ലോ. ഇതാണ് ഹൈ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ലോ പ്രൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 68.20%. ഇത് കണ്ട, ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാനേ പാടില്ല. ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ ദാറ്റ് മീൻസ് അത് ഡിഗ്രി ഫോളാണ് ഓർ സംതിങ് ആസ് ആണ്. ഓക്കെ, സംതിങ് വേറെ എന്തോ ആണ്, 4th അല്ല അപ്പോൾ ആ ഒരു സിനാരിയോ. സോ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റേഷ്യോ ആണ്. 8,630 or 40 കുട്ടിക്ക് ഇവിടുന്ന് പ്രൈസ് റിവേഴ്സൽ എടുക്കണം. ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ നോട്ട് ഈസി. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നേരത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണുന്ന എലിറ്റ് വ്യൂവിൻ്റെ, കാരണം അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. പണ്ട് സെക്കൻഡ് വേവ് ഇത്ര ഫോൾ ആണെങ്കിൽ 4th അതിൻ്റെ ഡബിൾ ആവണം അല്ലെങ്കിൽ ഷാർപ്പ് ആവണം. സോ ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ട്, ഷാർപ്പാണ്. സോ ഇത് ഷാർപ്പാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം കാൻഡിൽസ് ആണ് ഇതിലെടുത്തേക്കുന്നത്. നോ 2 കാൻഡിലാണ്, 2 3 4. സോ ഇവിടെ 4th 50 സ്റ്റാർട്ട് ആയി, 5th ആണെങ്കിൽ 5th സ്ലോ ആയിരിക്കുള്ളൂ, ഷാർപ്പ് ഉണ്ടാവില്ല. ഇതാണ് എലിറ്റ് വ്യൂ തിയറി. നമുക്ക് നേരത്തെ അറിയാൻ പറ്റും 5th മൂവ് എങ്ങനെ ആയിരിക്കും. സോ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ 5th സ്ലോ ആയിരിക്കും. ഇതൊക്കെ ഫാസ്റ്റാണ് 4th. ഇത് കണ്ട സിംഗിൾ ഓർ 1 or 2 കാൻഡിൽ നമ്മുടെ റിസൾട്ട് കിട്ടി, 1 hour കാൻഡിൽ. ബട്ട് ഇവിടുന്ന് ഇനി തിരിച്ച് മുകളിലേക്ക് കയറാനും സപ്പോർട്ട് കയറാനാണെങ്കിൽ പ്രൈസ് ഇതിൻ്റെ ഡബിൾ ഓർ ട്രിപ്പിൾ ടൈം എടുക്കും. ഈസി അല്ല, സ്ലോ മൂവ് തരുള്ളൂ 1 hour കാൻഡിൽസിൽ. റൈറ്റ്, 1 hour കാൻഡിൽസിൽ എത്ര ഈ ഫസ്റ്റ് സപ്പോർട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കണം. ഇവിടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇവിടെ തന്നെ വരേണ്ടതാണ് പ്രൈസ്. ഇവിടുന്ന് ബോട്ടം ഔട്ട് ആവാൻ ചാൻസസ് ഇല്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ 4th കൺസോളിഡേഷൻ, 333 കറക്ഷൻ ഓർ ട്രയാങ്കിൾ പാറ്റേൺ. ഈ സിനാരിയോയിൽ ഐ തിങ്ക് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസസ്. സോ പ്രൈസ് ഇന്ത്യ ഇവിടുന്ന് ചിലപ്പോൾ പ്രൈസ് ഇന്ത്യ ഇവിടുന്ന് ഷാർപ്പ്ലി മുകളിലേക്ക് പോകും, ABC ഉണ്ടാക്കും, ദെൻ ബ്രേക്ക് ഔട്ട് തരുള്ളൂ. സോ അതിന് സമയമുണ്ട്, ഒത്തിരി സമയം എടുക്കും ഇതിനകത്ത്. ഞാൻ ഇവിടെ ഒരു CB എന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ എലിറ്റ് വ്യൂ തിയറി എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ എലിറ്റ് വ്യൂ ബേസ് തിയറിയിൽ. സോ ഇതാണ് എല്ലാ ചാർട്ട്സ് ഇങ്ങനെ, ക്രൂഡ് ഓയിൽ മാത്രമല്ല എല്ലാ ചാർട്ട്സ് നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ വെയിറ്റ് ചെയ്യുക ഫർദർ. ഇങ്ങനെയാണ് ഈ ചാർട്ട് ഫർദർ മൂവ് ചെയ്യുന്നത്. നമുക്കത് നോക്കി ഇരിക്കാം. മറക്കണ്ട, ഇങ്ങനെ തന്നെ എല്ലാം ചാർട്ട്സ് നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. 1500 പോയിൻറ്റ്സ് നിസാര ഫോളല്ലായിരുന്നു ഇത്. ഈ ഒരു ഫോൾ ഇത് തന്നെയാണ് ഇതും വന്നേക്കുന്നത് ഓൾമോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, നിഫ്റ്റിയിൽ എന്തായിരുന്നു? നിഫ്റ്റി ഈ ഒരു ഇവിടെ നമ്മൾ എത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലീസ് എല്ലാവരും എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. കുറച്ച് ഇവിടെ ആഡ് ചെയ്യുക, കുറച്ച് അവിടെ ആഡ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പ്രൈസ് എന്തായാലും ബൂം, ഹ്യൂജ് ആണ്, റൈറ്റ്, ഹ്യൂജ് റാലിയാണ് പ്രൈസ് ഇപ്പോൾ തന്നേക്കുന്നത്. ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സിൻ്റെ ഇപ്പോൾ റാലിയാണ്? 1800 സംതിങ് പോയിൻറ്റ്സിൻ്റെ ഇപ്പോൾ റാലിയാണ് ഇപ്പോൾ. ഓക്കെ, 1800 പോയിൻറ്റ്സിൻ്റെ റാലിയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്ന മസ്റ്റായി, അതിലും ഞാൻ പ്രോപ്പർലി ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ബോട്ടം ഔട്ട് ആയോ അല്ലേ? അതല്ലേ നമ്മൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ഇത് ചാനലാണ്, ബോട്ടം ഔട്ട് ആയോ ഇല്ലാന്ന്. ശരിക്കും ഇത് ചാനലാണെങ്കിൽ പ്രൈസ് ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴേക്ക് തന്നെ വരേണ്ടതാണ്. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? അതിൻ്റെ അബവാണ്. ഏത് നമ്മുടെ അതിൻ്റെ അബവാണ് പ്രൈസ് ഇപ്പോൾ പോയേക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? റൈറ്റ്, നെക്സ്റ്റ് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ഗ്യാപ്പ് അപ്പിൻ്റെ ഗ്യാപ്പ് തിയറീസ് ഉണ്ടല്ലോ. ഗ്യാപ്പ് തിയറീസ് എത്ര ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കാനാണ്? റൈറ്റ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്തു. ഗ്യാപ്പ് തിയറീസ് അതാണ് മസ്റ്റ് എപ്പോഴും ഞാൻ പറയാനുള്ളതാണ്. സോ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, ഗ്യാപ്പ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. റൈറ്റ്, പ്രൈസ് അതിൻ്റെ അബവാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്യാപ്പ് വരുന്നത് ഇപ്പോൾ നമ്മുടെ
ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് കൂടി ക്ലിയർ ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈൻ ഓഫ് ബുള്ളിഷ്നസ് കിട്ടും. ബട്ട് ഈസി അല്ലല്ലോ എല്ലാം കൂടി. ബട്ട് പ്രൈസ് എന്താണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ബുള്ളിഷ് സൈനാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ, നോ ഡൗട്ട്. പ്രൈസ് ഇപ്പോൾ ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് ഗ്യാപ്പ്, ഓക്കെ, പിന്നെ ഈ ട്രെൻഡ് ലൈൻ, മുകളിൽ നിന്ന് വരുന്ന ട്രെൻഡ് ലൈൻ, ആൻഡ് ദെൻ ഫുള്ള് ലെഗിന് ഫിബനാച്ചി എടുക്കുക. ഫുള്ള് ലെഗിൻ്റെ ഫിബനാച്ചി ഇതിങ്ങനെ എടുക്കുക, ഫുൾ ലെഗിന്. സോ എല്ലാം കൂടി അവിടെ സിങ്ക് ആവുന്നുണ്ട്, കണ്ട 50% റേഷ്യോ. ഇൻ കേസ് ഇത് 4th ആണെങ്കിൽ 50% റേഷ്യോ. സോ ഓവറോൾ ആ ഏരിയ നല്ല ഒരു റെസിസ്റ്റൻസ് സോണാണ്. മേ ബി അവിടെ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഡിഗ്രി, സ്മോൾ ടൈം ഫ്രെയിം ഡിഗ്രി. സോ നമുക്ക് നോക്കാനുള്ളത് ഇതാണ് ഇനി നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, ഓവറോൾ എക്സാക്റ്റ് അല്ല, ഇത് പിൻ പോയിൻ്റ് അല്ല, ഓൾമോസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഡെയിലി ടൈം ഫ്രെയിം 1 hour ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് സോണാണ് ഞാൻ പറയുന്നത്. സോ അവിടെ നല്ലൊരു കട്ട റെസിസ്റ്റൻസ് സോണാണ്. 24,300 ആൻഡ് 500 ആ ഒരു റേഞ്ച്, റൈറ്റ്? ഗ്യാപ്പ് എന്തൊക്കെയാണ് അവിടെ, എത്ര വലിയ റെസിസ്റ്റൻസ് ആണ്, മനസ്സിലായോ? ഫസ്റ്റ് 50% ഓഫ് ഫുൾ ലെഗ്, ഓക്കെ, ഫസ്റ്റ് 50% ഫുൾ ലെഗ്. സെക്കൻഡ് ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. തേർഡ് മുകളിൽ നിന്ന് വരുന്ന റെസിസ്റ്റൻസ് ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, ഓക്കെ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ മുകളിൽ നിന്ന് വരുന്ന അതാണ്. സോ 3 റെസിസ്റ്റൻസ് ആണ് അവിടെ. 24,300 to 20,300 to 400 അവിടെ പ്രൈസ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ഇതിൻ്റെ അബൌവ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്ലോസിങ് കിട്ടിയ. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇത് ബോട്ടം ഔട്ടായി. ബട്ട് എൻട്രി കിട്ടുമോ? വീണ്ടും എൻട്രി കിട്ടും, എന്തിനാ പേടിക്കാനൊന്നുമില്ല. എൻട്രി നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പേർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ എൻട്രി മിസ്സായോ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇന്നലെ നമ്മളെ ഡിസ്കഷൻ എന്തായിരുന്നു സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക? ഇന്നലത്തെ സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ എന്തായിരുന്നു? പ്രൈസ് ഇപ്പോൾ പോകുന്നത്, പ്രൈസ് എങ്ങനെ? ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? 1, 2, 3, 4 and 5, റൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. 5th എക്സ്റ്റെൻഷനിലാണ്, റൈറ്റ്? അങ്ങനെയാണ് ഇന്നലെ നമ്മൾ ഡിസ്കഷൻ എന്തായിരുന്നു? 1, 2, ഇന്നലത്തെ വീഡിയോ മസ്റ്റായിട്ട് കാണും. 3, 4 ആൻഡ് ദെൻ ഇത് 5 ആയിരുന്നു. ആൻഡ് ദെൻ 5 ഇത് എക്സ്റ്റെൻഡ് ആയി, കണ്ട 5 എക്സ്റ്റെൻഡ് ആയി ഇപ്പോൾ കിടക്കുന്നത്. സോ ഇനി പറയാനുള്ളത്, മേ ബി നാളെ വീണ്ടും ഗ്യാപ്പ് അപ്പ് പോസിറ്റീവ് പോകാം, 5th അവിടെ കംപ്ലീറ്റ് ആവാം, ഓക്കെ, മേ ബി. ബട്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ചെറിയൊരു ഡൗട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഈ ഒരു ഏരിയയിൽ അതാണ് പറയുന്നത്, എലൈറ്റ് വ്യൂ തിയറി ഫുൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറിയ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും, ഓക്കെ. സോ ഫസ്റ്റ് പറയാനുള്ളത്, ഈ തേർഡ് എന്തിൻ്റെ എക്സ്റ്റൻഷനിൽ പോയി ചാൻസസ് ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് ന്യൂസ് ബേസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. സെക്കൻഡ് വേവ് ഫോൾ കണ്ടോ? എത്രയാണ്? 50% ബിലോ പോകാൻ പാടില്ല. ഇഫ് തേർഡ് വേവ് എക്സ്റ്റൻഷനിൽ പോകാനാണെങ്കിൽ പ്രൈസ് സെക്കൻഡ് വേയുടെ ഫോൾ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല, 50% ബിലോ പോകാം. പ്രൈസ് എന്ത് ചെയ്തു? 38.0% വന്നു ആൻഡ് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. സോ ചാൻസസ് ഉണ്ട് അതാണ് എക്സ്റ്റൻഷൻ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ചാനൽ. ഇന്ന് വീഡിയോ ഞാൻ ലോങ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ശ്രദ്ധിക്കുക, ഇതാണ് എക്സ്റ്റൻഷൻ്റെ റൂൾ. സോ പ്രൈസ് എക്സ്റ്റൻഷന് പോകാനാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ചെറിയ റീട്രേസ്മെൻറ്റ് തരുള്ളൂ. ദാറ്റ് മീൻസ് അവരുടെ കയ്യിൽ ഓൾറെഡി നേരത്തെ ന്യൂസ് കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെയാണ് എക്സ്റ്റൻഷൻ്റെ ഒരു റൂൾ. മീൻസ് അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു. സോ അവരെന്ത് ചെയ്യും? ചെറിയ റീട്രേസ്മെൻറ്റിൽ അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് എക്സ്റ്റൻഷൻ്റെ റൂൾ. ബട്ട് 81.20% 6 താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ദാറ്റ് അവർക്കും കൺഫർമേഷൻ അല്ല. ബട്ട് എക്സ്റ്റൻഷനിൽ പോകാനാണെങ്കിൽ എക്സ്റ്റൻഷൻ മീൻസ് അവർക്ക് ബയോൺ ഡിപ്പ് എങ്ങനെ പോകാനാണ്. ദാറ്റ് മീൻസ് പ്രൈസ് പ്രൈസ് ബുള്ളിഷ് ആണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഓർ ഓൺ ന്യൂസ് ബേസ്ഡ്. ദാറ്റ് മീൻസ് അവർ 50% മാക്സിമം 50% വരുള്ളൂ സെക്കൻഡ് വേവ്. ഈ ഒരു സിനാരിയോയിൽ എക്സ്റ്റൻഷൻ്റെ റൂളാണ്. ആ വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, മസ്റ്റായിട്ട് കാണണം. ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് ഞാൻ ഇപ്പോൾ ഇനി ഉണ്ടാക്കി പറയണില്ല. ഓൾറെഡി എക്സ്റ്റൻഷൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ്. ആൻഡ് എനിക്ക് ഇപ്പോൾ ഇനി ഒരു ഡൗട്ട് എന്താണ്? ഐ തിങ്ക് ഇത് ഫുൾ തേർഡാണ്, സ്റ്റിൽ തേർഡാണ്. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞായിരുന്നു? 3rd, 4th and 5th ആണ് എനിക്ക് തോന്നുന്നത്. 5th ആണ് ഇപ്പോൾ എക്സ്റ്റൻഷനിൽ പോകുന്നത്, ബട്ട് 5th അല്ല. ഐ ഫീൽ സോ ഇത് 3rd തന്നെയാണ് ഇപ്പോൾ എക്സ്റ്റൻഷനിൽ. ഇതിന് കൺഫർമേഷൻ എനിക്കുമില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. റീസൺ എന്താണ്? നെക്സ്റ്റ് ഒരു സ്മോൾ റീട്രേസ്മെൻറ്റ്
കിട്ടുവാണെങ്കിൽ അപ്പോഴേ നമുക്ക് അത് ക്ലിയർ ആവുള്ളൂ. ദാറ്റ് മീൻസ് തേർഡിൻ്റെ ഞാനിത് ഇച്ചിരി ലൈറ്റ് ചെയ്യട്ടെ, അപ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ലൈറ്റിൻ്റെ വെയിറ്റ്, യെസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ലൈറ്റ് ചെയ്തു. മീൻസ് ഇത് ഐ ഫീൽ ഫുൾ തേർഡാണ്. റീസൺ എന്താണ്? തേർഡിൻ്റെ 5 മൂവ്സ് ഉണ്ടാവണം ഇൻ എക്സ്റ്റൻഷൻ. മിനിമം 5 ഓർ മാക്സിമം 21 മൂവ്സ് ഉണ്ടാവാറുണ്ട് ഇൻ എക്സ്റ്റൻഷൻ. 5, 7, 11 അങ്ങനെയൊക്കെ ഫുൾ മാക്സിമം 21 വരെ പോകാം. ഓക്കെ, സോ ഐ ഫീൽ സോ ഇൻ കേസ് ഇത് തേർഡിൻ്റെ 1, ഇത് തേർഡിൻ്റെ 2, തേർഡിൻ്റെ 3 ഓൺ ഗോയിങ് ആണ്, ആൻഡ് തേർഡിൻ്റെ 4th and 5th അങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകും. ഐ തിങ്ക് സോ. എനിക്ക് ക്ലിയർ അല്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ വെയിറ്റ് ചെയ്യുക? സോ ഈ ഒരു കറക്ഷൻ, തേർഡിൻ്റെ ഈ ഒരു കറക്ഷൻ എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു? 2 ഡേ. ഞാൻ കൺഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ പറയണം, കാരണം വെച്ചാൽ ഇത് എത്ര പോയിൻറ്റ്സിൻ്റെ? 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ്. സോ സെയിം ഈ 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ മുകളിൽ നിന്ന് വീണ്ടും ഇവിടെ കിട്ടുവാണെങ്കിൽ 4th, സോ സെയിം തന്നെ കിട്ടണം, ഓൾമോസ്റ്റ് സെയിം തന്നെ 280 പോയിൻറ്റ്സ് തന്നെ കിട്ടണം. സോ അങ്ങനെ കിട്ടുവാണെങ്കിൽ ആൻഡ് ദെൻ വീണ്ടും പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് കൺഫർമേഷനായി ഇത് തേർഡിൻ്റെ തന്നെ പാട്ടാണ്. ഓക്കെ, തേർഡിൻ്റെ തന്നെ പാട്ട്. അതിനകത്ത് സെല്ല് ചെയ്യാൻ പറ്റില്ല, ചെറിയ സ്കാൽപ്പിന് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു, അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. ഓക്കെ, എപ്പോഴും വരും എനിക്കറിയാം, ബട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് എത്ര 280 പോയിൻറ്റ്സിൻ്റെ 282 അങ്ങനെ ഒന്നുമില്ല, പെർഫെക്റ്റ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, ഇപ്പോൾ നാളെ ഇങ്ങനെ ഓപ്പണിംഗ് നോക്കാം. സോ ഓൾമോസ്റ്റ് 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ ദെൻ 280 പോയിൻറ്റ് എന്തെങ്കിലും വീണ്ടും ബൈ വരണം, അവിടെ ജനറേറ്റ് ആവണം വീണ്ടും ബൈ. ഓക്കെ, ഇതിനകത്ത് ഓവർലാപ്പിംഗ് ഒന്നും വരാനൊന്നുമില്ല. ഓക്കെ, 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ ആൻഡ് ദെൻ വീണ്ടും ബൈ വരണം, ആൻഡ് ആ 5th ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യണം. സ്മോൾ ആയിരിക്കും, എങ്ങനെയായിരിക്കും എനിക്കറിയില്ല, ബട്ട് അത് 2 ഹൈ സ്മോൾ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് തേർഡ് എക്സ്റ്റൻഷനിലായിരുന്നു, റൈറ്റ്? തേർഡ് എക്സ്റ്റൻഷനായിരുന്നു, ആൻഡ് ദെൻ വീണ്ടും 4th വരും, ആൻഡ് ദെൻ വീണ്ടും 5th ബൂം. തേർഡ് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആണ് കേട്ടോ, ഇത് കൺഫ്യൂസ് ആവരുത്. അപ്പോഴാണ് 1 ഡിഗ്രി വേണ്ടത്. ദാറ്റ് മീൻസ് പ്രൈസ് അത്രയ്ക്ക് ബുള്ളിഷാണ് സിനാരിയോ. ഫസ്റ്റ് 280 പോയിൻറ്റ്സിന് കറക്ഷൻ വരട്ടെ, എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് സോ പ്രൈസ് ഈ സിനാരിയോ ഇവിടെ എന്തെങ്കിലും റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ്ലി ചാൻസസിന് പ്രൈസ് എന്ത് ചെയ്യും? നാളെ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഓപ്പിംഗ് 24,130 ഇവിടെ റെസിസ്റ്റൻസ് എടുക്കും, പിന്നെ പ്രൈസ് താഴേക്ക് വരും, ആൻഡ് ദെൻ മുകളിലേക്ക് 5th കംപ്ലീറ്റ് ചെയ്യും, തേർഡിൻ്റെ 5th കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഒത്തിരി കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം, ബട്ട് എക്സ്പ്ലനേഷൻ തരാതെ നിവർത്തിയില്ല. കാരണം ഈ ഒരു സിനാരിയോയിൽ ആരും അത്രയ്ക്ക് ക്ലിയറായിട്ട് പറയുകയില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ, ട്രൈ. ഓക്കെ, സോ മനസ്സിലാക്കി എടുക്കുക. ടൈം എടുക്കും, മേ ബി, നോ വരി. ടൈം എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റും ചാർട്ട്, അതേ എനിക്ക് പറയാനുള്ളതാണ്. ഓക്കെ, സോ ഇനി ബാനിഫ്റ്റി ആകാം. ബാനിഫ്റ്റിയിൽ ഈ ലെഗ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഓക്കെ, എക്സാക്ട്ലി റെസിസ്റ്റൻസിലാണ് ബാനിഫ്റ്റി ഉള്ളത്. ഇതാണ് ബാനിഫ്റ്റി ഉള്ളത്, ആൻഡ് ദെൻ ബാനിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് ഇതാണ്. ബാനിഫ്റ്റിയുടെ സെയിം നിഫ്റ്റിയുടെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ഓവറോൾ ലെഗിൽ ഫിബനാച്ചി വെച്ചേക്കാം. അഗെയിൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി കംപ്ലീറ്റ് ആവാതെ എനിക്ക് മറ്റേ ബോട്ടം ഔട്ട് ആയി നമുക്ക് കൺഫർമേഷൻ കിട്ടിയില്ല. ഇതുപോലെ നിഫ്റ്റിയിൽ അങ്ങനെ തന്നെയാണ്. 50% റേഷ്യോയിൽ പെർഫെക്റ്റ്ലി കണ്ട ബാനിഫ്റ്റി 50% റേഷ്യോയിലാണ് പെർഫെക്റ്റ്ലി. സോ എവിടെയാണ് നമ്മൾ? ഇതാണ് 50% റേഷ്യോ, എക്സാക്ട് ഫുൾ ലെഗിൻ്റെ 50% റേഷ്യോ. ഓക്കെ, ദെൻ ഇതിൻ്റെ അബവ് പ്രൈസ് പോയിട്ട് 61 പോയിൻറ്റ്. ഈ 2 സിനാറിയോ ഇത് ഫുള്ള് ക്ലിയർ ചെയ്താലേ നമുക്കത് കൺഫർമേഷൻ കിട്ടുകയുള്ളൂ ബോട്ടം ഔട്ട് ആയിന്ന്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? വീഡിയോ റിജക്ഷൻ എടുക്കും, and താഴെ ബൂം എന്തെങ്കിലും ഹ്യൂജ് ബാഡ് ന്യൂസ് വന്നാൽ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യും. നിഫ്റ്റി ആയാലും ബാനിഫ്റ്റി ആയാലും ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് കോഷൻ, നല്ലപോലെ കോഷൻ സോൺ ഉണ്ടാവും, നിഫ്റ്റിയിലായാലും ബാനിഫ്റ്റിയിലായാലും. അതാണ് ഞാൻ ഈ 2 ഘട്ടം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ ഈ ഒരു സോണാണ് 24,300 to 500. ഓക്കെ, മേ ബി ഇവിടെ 1 കംപ്ലീറ്റ് ചെയ്യും, ദെൻ ഡിഗ്രിയുടെ ഫോൾ വരും. ഡിഗ്രി കംപ്ലീറ്റ് ആയി, ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഫോൾ വരും, പിന്നെ വീണ്ടും തേർഡ് ആൻഡ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബട്ട് അത് ഫോൾ വരട്ടെ. ഫോൾ വരുമ്പോഴത്തേക്ക് 81.20% വിലോ പോകാൻ പാടും. പോയാൽ പിന്നെ ബോട്ടം സേഫ് അല്ല എന്ന് പറയാം. വെയിറ്റ് ചെയ്യുക, അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. ആരെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് കുറച്ച് ബുക്ക് ചെയ്യാം. 50% ക്വാണ്ടിറ്റി 50% ഹോൾഡ് ചെയ്യാം, ഓർ അല്ലെങ്കിൽ ഇത് ഫുള്ളി സ്കിപ്പ് ചെയ്ത് പോകണം. അപ്പോഴേ നമുക്കത് ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ 3 ലോങ് ആയി, ഐ എം സോ സോറി, ബട്ട് എക്സ്പ്ലനേഷൻ തരാനുണ്ടായിരുന്നു എനിക്ക് മസ്റ്റായിട്ട്.
റെഗുലർ വ്യൂവേഴ്സ് മോസ്റ്റ്ലി അവർ എപ്പോഴും വെയിറ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലാന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, ഞാൻ എൻ്റെ സജഷൻ ഇതല്ല. പ്രോഫിറ്റ് എപ്പോഴെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കുക, ആദ്യം പഠിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പ്രോഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് സെൻസെക്സിൻ്റെ ഇതാണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. ആരും ഈ ഒരു ഏരിയയിൽ നോ വൺ എക്സ്പെക്റ്റഡ് മീൻസ് പ്രൈസ് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യും. പ്രൈസ് മീൻസ് ബൈ ആരെങ്കിലും സജസ്റ്റ് ചെയ്തത് എല്ലാവരും ഈ സമയത്ത് 20,000 80,000 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ ഭയങ്കര ഹ്യൂജ് ടാർഗറ്റ്സ് ആണ് എല്ലാവരും കൊടുത്തിട്ടുണ്ടെങ്കിൽ. ബട്ട് ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. കാരണം അവിടെ എന്തായാലും ചാൻസസ് ഉണ്ടായിരുന്നു, ഫുള്ളി ചാൻസസ് ഉണ്ടായിരുന്നു പ്രൈസ് റിവേഴ്സ് തരാനുള്ള ചാൻസസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെൻസെക്സിലും ആയിട്ടുണ്ട്. സെൻസെക്സിലും അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം വേഗം സഡൻ റെസിസ്റ്റൻസ് കാര്യങ്ങൾ. നിഫ്റ്റി ഇവിടെ നിന്ന് എടുക്കുക ആൻഡ് ഇതിങ്ങനെ യൂസ് ചെയ്യുക ആൻഡ് ലോ ആൻഡ് റെസിസ്റ്റൻസ് ഇതിങ്ങനെ ഫൈൻഡ് ചെയ്യുക. സോ നമ്മുടെ 261.80% ആണ് ഇവിടെ റെസിസ്റ്റൻസ് വരുന്നത്. സോ അതിലും ഇങ്ങനെ തന്നെ ഇത്ര തന്നെ ഈ ഒരു കറക്ഷൻ നോക്കിയാൽ മതി. ഈ ഇത്ര പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ്, അത്ര തന്നെ ഈ കറക്ഷൻ വരുവാണെങ്കിൽ ദെൻ ബൈ ഓൺ ഡിപ്പ്. ഓക്കെ, എന്തെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ ഫിഫ്ത്ത് നോക്കാം. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് സെൻസെക്സ്. അതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിനകത്തൊന്നും തരാനില്ല. ഓക്കെ, എത്ര പോയിൻറ്റ്സിൻ്റെ ആണ് ഈ ഒരു കറക്ഷൻ, അത്ര തന്നെ പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, എത്രയാണ് ഓൾമോസ്റ്റ് ഇത് തന്നെ 900 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ്. അത്ര തന്നെ അവിടെ നോക്കിയാൽ മതി. അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഫർദർ വീക്ക്നെസ് ഉണ്ടാവും. റൈറ്റ്, ഇതാണ് നോക്കാനുള്ളത്. ഇപ്പോൾ കൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് 5-15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ അതേ തന്നെ ടൈം ഫ്രെയിം വേണം. താഴെയും മുകളിലത്തെ ടൈം ഫ്രെയിമിൽ പോകാൻ പാടില്ല, ശ്രദ്ധിക്കാം. 50 മിനിറ്റ് ക്യാപ് സെലക്ട് പോകാം. 50 മിനിറ്റ് ക്യാപ് സെലക്റ്റൊക്കെ പറന്നല്ലോ. ബ്രേക്ക് ഔട്ടാണ് കാണിച്ചേക്കാൻ വേണ്ടി. വെരി ഗുഡ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഫുൾ ലെഗിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ എടുക്കുക. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് റെഡിയാണ്. ഐ തിങ്ക് 50% അബവ് ആണ്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 61.80% ആണ് ഇതിൻ്റെ നമ്മുടെ റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ടൈം ഫ്രെയിം വേണമെങ്കിൽ കൗണ്ട് ചെയ്യാൻ നമുക്ക് വേഗം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 1 2 3 1 2 3 4 5 ആയത്. ഇതിലങ്ങനെ തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. ഇതിൽ 1 2 3 4 ആൻഡ് ദെൻ 5th. ഇതാണ് അങ്ങനെയാണ് പ്രൈസ് കേട്ടോ. 5th ആണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. ഓക്കെ, ഇത് ഇവിടെ 1 സ്ട്രക്ചർ ചേഞ്ചായി, സെക്കൻഡ് സ്ട്രക്ചർ ചേഞ്ച് ആയത്, സെക്കൻഡ് ഇത് ലോ ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പോൾ ടൈം ഫ്രെയിം സെയിം ആണ്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ടൈം ഫ്രെയിം സെയിം ആണ്. ടൈം ഫ്രെയിം സെയിം എടുക്കാൻ പാടില്ല. ടൈം ഫ്രെയിം സെയിം ആണ്. സോ ഈ സിംഗിൾ ലെഗാണ്. ഐ തിങ്ക് ഇത് നമ്മുടെ ഇതാണ് കാൽക്കുലേഷൻ ഇപ്പോഴും. ഇത് ഐ തിങ്ക് ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് ഫുൾ 3rd ആണ്. ഇതാണ് ഇതിന് കാരണം വെച്ചാൽ എപ്പോഴും ടൈം ഫ്രെയിം ശ്രദ്ധിക്കുക. ഇത് സിംഗിൾ കാൻഡിൽ കറക്ഷനാണ്, ഇതും സിംഗിൾ കാൻഡിൽ കറക്ഷനാണ്. ശ്രദ്ധിക്കാനുള്ളതാണ് അത് കേട്ടോ. സോ ഇതിൽ ഇത്തിരി കോഷൻ വേണം. ഐ തിങ്ക് ഇത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും ആൻഡ് കുറച്ച് പിന്നെ കൺസൾട്ടേഷനിലേക്ക് പോകും താഴേക്ക്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.